ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനിയിലും ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോണിറ്റൈസേഷൻ ബ്ലോക്ക് ആവുന്നു 32 ദിവസത്തിന് എന്ന് പറഞ്ഞിട്ടാണ് തമ്പനിയിലും ടൈറ്റിലും ഞാൻ കൊടുത്തിരിക്കുന്നത്. പുതുതായിട്ട് യൂട്യൂബ് ചാനലിൽ വരുന്നവർ, യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നവർ തീർച്ചയായിട്ടും അറിയണം എങ്ങനെയാണ് ഈ മോണിറ്റൈസേഷൻ കട്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ 32 ദിവസം ഇത്തരത്തിൽ ബ്ലോക്ക് ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥ വരുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ഇത്തരത്തിൽ 32 ദിവസം ഹോൾഡ് ആയിട്ട് അവരുടെ 33ാമത്തെ ദിവസത്തിലോട്ട് വരുമ്പോൾ അവരുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാ അറിയോ? നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ അപ്ലൈ ചെയ്യും. 3 സ്റ്റെപ്പാണ്, 3 പ്രോസസ്സിങ് വരുന്നുണ്ട് അവിടെ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 1 നമ്മുടെ ഡൺ ആവും. സ്റ്റെപ്പ് 2 അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. സ്റ്റെപ്പ് 2 ആഡ്സൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ ആഡ്സൻസുമായി ലിങ്ക് ചെയ്യുന്ന ഈ സമയത്താണ് നമുക്ക് എറർ വരുന്നത്. ഇത്തരത്തിൽ എറർ വരുമ്പോൾ ആ ഒരു എറർ മാറ്റപ്പെടാൻ വേണ്ടി, അതേപോലെ തന്നെ ആ ഒരു എറർ വരാത്തവർക്ക് ഡണ്ണായി വന്നാലും പിന്നീട് 3ാമത്തെ സ്റ്റെപ്പ് ഡണ്ണായി അവരുടെ മോണിറ്റൈസേഷൻ ഒക്കെ എനേബിൾ ആയി ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷവും അവർക്ക് പ്രോബ്ലം വരാറുണ്ട്. എങ്ങനെ അറിയോ? അവരുടെ അക്കൗണ്ട് അവർ ഇൻഡിവിജ്വൽ എടുക്കാണ്ട് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം നമുക്ക് അവിടെ നമ്മുടെ ആ ഒരു 3 സ്റ്റെപ്പ് ഡണ്ണായി കഴിഞ്ഞാൽ ബിസിനസ് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആഡ്സൻസിന്റെ ആ ഒരു ഏൺ എന്നുള്ള പേജിൽ തന്നെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ 32 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു പോളിസിന്റെ ഈ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. യൂട്യൂബ് ഇത്തരത്തിൽ 32 ദിവസം കഴിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു അക്കൗണ്ടായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ എന്തെങ്കിലും സ്റ്റെപ്പ് 2 എറർ വന്നാൽ കൂടി 32 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് അസോസിയേഷൻ, അതായത് നമ്മുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇത് തന്നെ ഈ ഒരു അക്കൗണ്ടിനെ ഫിക്സ് ചെയ്യണോ എന്നുള്ളതെല്ലാം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 32 ദിവസം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുന്നത് അധികവും ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ഓൾറെഡി ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് അറിയാണ്ട് അവർ വേറെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇവരുടെ ആഡ്സൻസ് ഒന്നും കൂടി സെയിം പേരിൽ ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സ്റ്റെപ്പ് 2 എറർ വരും. 2, അക്കൗണ്ട് ഇൻഡിവിജ്വൽ എടുക്കാണ്ട് ബിസിനസ് എടുത്തിട്ട് അറിയാണ്ട് ബിസിനസ്, ചിലപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും, ഞാൻ യൂട്യൂബ് ബിസിനസ് പോലെ, ഞാൻ പൈസ സമ്പാദിക്കാനാണല്ലോ വന്നത്, അപ്പൊ ഇത് എന്റെ ബിസിനസ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട്. അപ്പൊ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അവർ പുതിയ ചാനലായിരിക്കാം, 32 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ബിസിനസ്സിൽ നിന്ന് ആ ഒരു അക്കൗണ്ടിന് മാറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് 32 ദിവസം ഹോൾഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തെറ്റ് സംഭവിക്കുന്നവർക്കാണ് ഈ 32 ദിവസം ഹോൾഡ് ആവുന്നത് കേട്ടോ, അല്ലാണ്ട് എല്ലാവർക്കും ഇല്ല. പുതുതായിട്ട് ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നു, നല്ല രീതിയിൽ തന്നെ അവരുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലിങ്ക് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ അക്കൗണ്ട് എടുക്കുന്നു, നല്ല രീതിയിൽ ആ പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുന്നവർക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, തെറ്റ് സംഭവിക്കുന്നവർക്കാണ് 32 ദിവസം ഹോൾഡ് ചെയ്യേണ്ടത്. അതുപോലെ നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ ചെയ്തു പോകുന്ന, മോണിറ്റൈസേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്, അവർക്ക് റീയൂസർ കണ്ടന്റ് ഒക്കെ വന്നാലും ഇത്തരത്തിൽ തന്നെ റീയൂസർ കണ്ടന്റ് വന്നാൽ എന്തായാലും ആദ്യത്തെ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയാണ് പിന്നെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് റീ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ 3 മാസമാണ് ഹോൾഡ് ചെയ്യണത്. യൂട്യൂബിൽ പ്രവർത്തിക്കുന്നതിന്റെ താല്പര്യം തന്നെ ഇല്ലാണ്ടാവും. കാരണം 3 മാസം വരെ എനിക്ക് മോണിറ്റൈസേഷൻ റവന്യൂ കിട്ടാണ്ട് ഞാൻ എന്തിന് ഇതിൽ വീഡിയോ ഇടണം എന്നുള്ള ചിന്താഗതിയിലെത്തും. ഓക്കെ, അപ്പോൾ റീയൂസർ കണ്ടന്റ് ആരും ഇടാതിരിക്കുക, നമ്മുടെ സ്വന്തം ഓൺ കണ്ടന്റ് തന്നെ കൊണ്ട് വന്ന് യൂട്യൂബിൽ നമ്മുടെ ഫാമിലിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. റീയൂസർ കണ്ടന്റിന്റെ കാര്യം ചിന്തിക്കാതെ ഇരിക്കുക, റീയൂസർ കണ്ടന്റ് കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, ചാനലിലൂടെ നമ്മൾ അത്തരത്തിലുള്ള കാര്യം ചെയ്യാതിരിക്കുക. കാരണം റീയൂസർ കണ്ടന്റ് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. അത് നമുക്ക് അറിയാനും കൂടി പറ്റില്ല ഏത് വീഡിയോ ആണെന്ന്. നമ്മളൊരു കൗതുകം തോന്നി ഇടും, ചിലപ്പോൾ നമ്മുടെ തന്നെ ലോങ് വീഡിയോ അതേപോലെ കട്ട് ചെയ്ത് ഷോർട്സിലിടും. അപ്പൊ അതൊക്കെ റീയൂസർ കണ്ടന്റ് ആണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഷോർട്സിന് വേറെ എടുക്കുക, ലോങ്ങിന് വേറെ എടുക്കുക. അങ്ങനെ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും റീയൂസർ വരില്ല. റീയൂസർ വന്ന് മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അഥവാ നിങ്ങളുടെ തന്നെ കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അതിൽ 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പീലിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പീൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് അപ്പീൽ വീഡിയോ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ബിഗ് അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇത്തരത്തിലാണ്, ഒരു തെറ്റും സംഭവിക്കാതെ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷനായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ്.